ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീനച്ചാറാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീനച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് വലിയ മീനുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചൂര, കേര അങ്ങനത്തെ മീനുകൾ, മോത അങ്ങനെയുള്ള കട്ടിയുള്ള ഫ്ലഷുള്ള പീസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ ഒരു 15 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടാകും. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഏത് വേണമെങ്കിലും ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തിളച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ മീൻ നിരത്തിയിട്ട് കൊടുക്കാം. മീൻ ഇട്ട ഉടനെ നമ്മൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. കാരണം അതിലേക്ക് പിടിച്ചിരിക്കുന്ന മസാല മീനിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മൾ മീൻ ഇട്ട ഉടനെ ഫ്ലെയിം ലോ ടു മീഡിയമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഉണക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 15 സെക്കൻഡിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഫിഷൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയാണ്. ഞാൻ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകും അതേപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഉലുവയുടെ പൊടി നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ പൗഡേഴ്സ് ഇടുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി ബ്രൗൺ കളറിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കരിച്ചെടുക്കണ്ട. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ചെയ്തത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലത്തെ തടിയുടെ തവി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം മീനൊന്നും പൊടിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വിനാഗിരിയുടെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 കിലോ അച്ചാർ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കി ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ 1/2 കിലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നേരെ പകുതി മെഷർമെൻറ്റിൽ എടുത്താൽ മതിയാവും ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം പോലെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ വിനാഗിരി ഒഴിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മീൻ അത് വലിച്ചെടുക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടുതൽ അളവിൽ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കേടുകൂടാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് അച്ചാർ തണുക്കാൻ അനുവദിക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഭരണിയിൽ വേണം ഇട്ട് വയ്ക്കാൻ. 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ എടുക്കുമ്പം നല്ല ഉണങ്ങിയ സ്പൂൺ ഇട്ട് എടുക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. താങ്ക്